അപ്പോൾ ദേ നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന വഴി തന്നെ ഡോറൊക്കെ തുറക്കണമായിരിക്കും എന്ന് വിചാരിക്കും അല്ലേ? അല്ലട്ടാ, ഒരുവിധം പണികളൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ ഓർത്തത് നമ്മളിപ്പോൾ ഷോർട്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഷോർട്സ് എടുക്കാമെന്ന്. അപ്പോൾ മുറ്റമടിയും പെരടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ സുതപ്പനാണെങ്കിൽ സുതപ്പൻ ട്യൂഷന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടാണ് കുളിക്കാൻ പോയേക്കണത്. അപ്പോൾ ദേ ഇന്നലെ ഞാൻ എൻ്റെ കടയിൽ നിന്ന് ഒരു ക്യാൻഡിൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിട്ടാ, പെർഫ്യൂം ക്യാൻഡിൽ. അപ്പോൾ അതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസത്തെ മാത്രമാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇനി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പോൾ ദേ എനിക്കൊരു തൊണ്ടവേദന ഉള്ളതുകൊണ്ട് തന്നെ സുധു എനിക്കൊരു കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. അങ്ങനെ കട്ടൻ ചായയൊക്കെ ഊതി ഊതി കുടിച്ചപ്പോഴേക്കും സുധുവിന് പോകാൻ നേരമായി. അപ്പോൾ ദേ സുധപ്പനാണെങ്കിൽ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം സുധു സൈക്കിളിനൊന്ന് പറവൂരോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ പുറവെ എക്സ്കോട്ടായിട്ട് ഞാനും പോകാമെന്നൊക്കെ കരുതിയിട്ടുണ്ട്. പുള്ളി അപ്പോൾ ആദ്യമേ ചവിട്ടി പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് ഞാനും വരാം, പുള്ളി എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞ്. അപ്പോൾ ആളങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പോയിട്ടുണ്ട്. പുള്ളിക്ക് ഇഷ്ടമൊന്നുമല്ല ഞാൻ പുറകെ ചെല്ലണമെന്നും. അതൊക്കെ കഴിഞ്ഞ് സുധുവിനെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ആക്കണേക്ക് മുമ്പ് ഞാൻ ഓർത്തന്നാൽ പിന്നെ കുളിച്ചൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട് വേഗം തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി. അമ്പലത്തിലൊക്കെ പോയി ഇതേ തിരിച്ച് വന്ന് പിന്നെയാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. സുധു ട്യൂഷന് പോയേക്കാണ് കേട്ടോ. അപ്പോൾ പോയി വരുമ്പോഴേക്കും ഞാൻ ഓർത്ത് കുറച്ച് മൈദയുടെ അപ്പവും ഉണ്ടാക്കുക, കുറച്ച് ഉരുളക്കിഴങ്ങും, അപ്പോൾ ഇന്നലത്തെ കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി രാവിലെ കഴിച്ചാൽ മതിയല്ലോ എന്നോർത്ത് അങ്ങനെ അതൊക്കെ ഇതേ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുധുവിൻ്റെ ഫേവറേറ്റാണ് ഉരുളക്കിഴങ്ങ് കൊളുത്ത്. അത് കുഞ്ഞായിട്ട് മഞ്ഞ കളറിൽ കൊളുത്തുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ ഇതേ ഉരുളക്കിഴങ്ങ് കൊളുത്താനൊക്കെ വെച്ച് അതിനുള്ളിൽ മുളകൊക്കെ ചതച്ചൊക്കെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി സുധുവും വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ച് അത്രേ ഉള്ളൂ. ബായ്.